അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം വലിയ സന്തോഷത്തിലാണ്. നാം ഒക്കെ ആഗ്രഹിക്കുന്ന പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് ഇൻഷാ അല്ലാഹ് കടന്നു വരാൻ പോവുകയാണ്. റമദാൻ എന്ന് പറയുമ്പോൾ വലിയ ആശ്വാസം പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന റമദാനിൻ്റെ ആ ഒരു നോമ്പുതുറക്ക് നാം ഈത്തപ്പഴം കഴിക്കുന്നവരാണ്. അതൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അപകടം കാത്തിരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവർ. ഈത്തപ്പഴം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ വലിയ ഇഷ്ടമാണ്, കുട്ടികൾക്കൊക്കെ എല്ലാം ഇഷ്ടമാണ്. അതൊക്കെ ഒന്ന് ജ്യൂസ് അടിച്ച് കുടിക്കാനൊക്കെ വലിയ റാഹത്തല്ലേ. അപ്പോൾ ഈത്തപ്പഴം കഴിക്കുന്നവരൊക്കെ ഉണ്ട്. ഈത്തപ്പഴം കഴിക്കുമ്പോൾ ചില ആളുകൾ വിചാരിക്കും റമദാൻ ആയതുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ ഒരു വേറിളക്കം, ചെറിയ ഒരു അസ്വസ്ഥതയ്ക്ക് തോന്നുന്നത്. എന്തുകൊണ്ടെന്നറിയോ? നാം ഈത്തപ്പഴം കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. നാം അതിന് നിസ്സാരമായി കാണുന്നുണ്ട്, പക്ഷേ നമ്മുടെ ശരീരത്തിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. നാം പ്രത്യേകിച്ചും ഈത്തപ്പഴം വാങ്ങുമ്പോഴും കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, കഴിക്കുമ്പോൾ പ്രത്യേകിച്ചൊരു 2 കാര്യം ശ്രദ്ധിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈത്തപ്പഴം എന്നുള്ളത് അത് ഉണ്ടാകുന്നത് ചൂട് കാലത്താണ്. നല്ല ചൂട് കാലത്താണ് ഈത്തപ്പഴം ഉണ്ടാവുക. ഈത്തപ്പഴം ഉണ്ടായാൽ ആ ഈത്തപ്പഴം ചൂട് കാലത്ത് ഇങ്ങനെ പഴുക്കുന്ന സമയത്ത് വണ്ട് പോലത്തെ പ്രാണികൾ, ഇത്തരത്തിലുള്ള ഈ മുട്ട വെക്കുന്ന പ്രാണികളൊക്കെ ആ ഈത്തപ്പഴത്തിൻ്റെ മുകളിൽ വന്ന് മുട്ടയിടാറുണ്ട്. അങ്ങനെ മുട്ടയിട്ട ഈത്തപ്പഴം എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് പ്രാണിയാകുന്നതിന് മുമ്പ് അതിങ്ങനെ കുടന്നു വന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കടകളിൽ നിന്ന് നാം വാങ്ങിച്ചത് അത് അങ്ങ് കഴിച്ചാൽ, ഒന്നും ശ്രദ്ധിക്കാതെ കഴിച്ചാൽ, പക്ഷേ നമ്മുടെ ശ്രദ്ധയിൽ ഇതൊന്നും പെടില്ല, പെട്ടെന്ന് കഴിച്ചു പോകും. കഴിച്ചാൽ അത് വലിയ അസ്വസ്ഥത. ഇത് മാത്രമല്ല, ശ്രദ്ധിക്കേണ്ട 2 കാര്യം. അപ്പോൾ ഈത്തപ്പഴം നാം ഇങ്ങനെ തുറന്നു നോക്കുമ്പോഴേക്ക് ചില ഡോട്ടുകൾ, കറുത്ത ഡോട്ടുകളൊക്കെ ഈത്തപ്പഴം കുരുവിലിങ്ങനെ കാണാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഈത്തപ്പഴം കഴിക്കരുത്. അത് അപകടമാണ്. അത് ശാരീരികമായ അസ്വസ്ഥതയുണ്ടാക്കും. അതുപോലെ ഈത്തപ്പഴത്തിലുള്ള ചില കുത്തുകൾ, ചില പുഴുക്കളൊക്കെ ഈത്തപ്പഴം ഉണ്ട്. കാരണം ഈത്തപ്പഴം എന്ന് പറയുമ്പോൾ നാം അത് കഴുകാതെ പോലും കഴിക്കുന്നവരൊക്കെ ഉണ്ട്. പരിശുദ്ധ റമദാൻ കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന 2 കാര്യം, ഒന്ന് വെള്ളം, ഒന്ന് ഈത്തപ്പഴം. ഇത് 2ആണ് റമദാൻ എന്ന് പറയുമ്പോൾ. ഇത് 2ഉം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എല്ലാ പള്ളികളിലും എല്ലാ വീടുകളിലും പോയാൽ വളരെ പ്രധാനപ്പെട്ട വെള്ളവും അതുപോലെ ഈത്തപ്പഴം കൊടന്നു വച്ചിരിക്കും. എന്നാൽ ആ ഈത്തപ്പഴം കൊണ്ടുവരുന്ന സമയത്ത്, അത് കഴിക്കാൻ കൊടുക്കുന്ന സമയത്തൊക്കെ നാം ശ്രദ്ധിക്കണം, ഈത്തപ്പഴം കഴിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. നാം ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് ആ ഈത്തപ്പഴത്തിൽ പുഴുക്കളുണ്ടോ എന്ന് നോക്കണം. കാരണം വണ്ട് പോലത്തെ പ്രാണികൾ അതിൽ മുട്ടയിട്ടാൽ ചിലപ്പോൾ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള പുഴുക്കളുണ്ടോ എന്ന് നോക്കണം. അതുപോലെ ഈത്തപ്പഴം തുറന്നു നോക്കിയാൽ അതിൽ കറുത്ത ഡോട്ടുകളൊക്കെ കാണാം അതിൻ്റെ കുരുവിൻ്റെ അടുക്കൽ. അത് അത്രത്തോളം അതിൻ്റെ കുരുവിൻ്റെ അടുത്ത് അത്തരത്തിലുള്ള ഡോട്ടുകളുണ്ടോ നോക്കണം. അത്തരത്തിലുള്ള ഈത്തപ്പഴം നാം കഴിക്കുകയാണെങ്കിൽ അത് വലിയ അസ്വസ്ഥതയുണ്ടാക്കും. നമ്മുടെ ആ നോമ്പ് എന്നുള്ളത് നാം അല്ലാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടാണ് കുടിക്കുന്നത്. ചില ആളുകൾ ആരോഗ്യം ആഗ്രഹിച്ച് കുടിക്കുന്നവരൊക്കെ ഉണ്ട്. അവരങ്ങനെ കുടിക്കുമ്പോൾ ഇവിടെ ആരോഗ്യം നഷ്ടപ്പെടാനാണ് സാധ്യത ഉള്ളത്. അപ്പോൾ ഈത്തപ്പഴം എപ്പോഴും കഴിക്കുമ്പോൾ നമുക്ക് ഈത്തപ്പഴം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈത്തപ്പഴം കുരുകളെല്ലാം കളഞ്ഞ് അത് ഒന്നിച്ചൊരു ഈത്തപ്പഴം പാക്കായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സമയത്ത് തീർച്ചയായും അതിൽ ഇത്തരത്തിലുള്ള പുഴുക്കനും ഇത്തരത്തിലുള്ള കറുത്തപ്പാട് ഇതെല്ലാം ഒന്നിച്ചിട്ടാണ് പാക്കായി വരുന്നത്. അത്തരത്തിലുള്ള ഈത്തപ്പഴത്തിൽ തിരിച്ചറിയാൻ ഒരു സാധ്യതവുമില്ല. നാം അത് കഴിച്ചാൽ തീർച്ചയായും അത് അപകടമുണ്ടാക്കും. എപ്പോഴും ഈത്തപ്പഴം എടുത്ത് അത് തുറന്നു നോക്കി അതിൽ ഇത്തരത്തിലുള്ള പുഴുക്കളും അല്ലെങ്കിൽ കറുത്ത ഡോട്ടുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് എന്നിട്ടായിരിക്കണം അത് കഴിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ചെറിയ മക്കൾക്കൊക്കെ നാം അത് കഴിക്കാൻ കൊടുത്താൽ ആ മക്കൾക്കത് വലിയ അസ്വസ്ഥതയുണ്ടാക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല ഈ വർഷത്തെ പരിശുദ്ധ റമദാൻ വളരെ ആഫിയത്തോടും ആരോഗ്യത്തോടും കൂടി അത് നോക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് നൽകുന്ന വലിയ സമ്മാനമാണ് പരിശുദ്ധ റമദാൻ. വളരെ മനോഹരമായി എൻ്റെ പ്രിയപ്പെട്ടവരെ ആ മാസങ്ങളിൽ ഇബാദത്തുകളെ കൊണ്ട്, ഖുർആൻ പാരായണത്തിലൂടെ ഒരുപാട് നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അത് ധന്യമാക്കാൻ അല്ലാഹു നമുക്ക് വേണ്ടപ്പെട്ടവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നിത്യം നമ്മുടെ ക്ലാസ് കാണുന്നവർ എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി